എല്ലാ കമന്റും വരേണ്ടത് ഞങ്ങൾ എല്ലാരും പഠിപ്പിക്കുന്ന കണ്ണഴക് കണ്ണെഴുതുന്നൊരു ചാന്തഴക് മെയ്യഴക് നിന്നഴക് താമരക്കൊത്തൊരു ചേലഴക് ാടുന്നൊരമ്മയ്ക്ക് ചേലാണേ കുന്നോലക്കുറുത്തോലപ്പന്തലിലാടുന്നൊരമ്മയ്ക്ക് ചേലാണേ. അപ്പൊ ഞങ്ങൾ ഡാൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞങ്ങൾ അതിനോടെല്ലാം ഉള്ളിനകത്ത് ഉഴപ്പി കളിക്കണതില്ല ഇവളാണ്. കളിക്കാൻ നോക്കേയില്ല. ഞാൻ പഠിച്ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതാണ്. ഇവിടെ ഇപ്പൊ ഞാൻ വെറുതെ വന്നതാണ് കേട്ടോ. അപ്പൊ പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നതാണ്. എന്നിട്ട് എന്നോട് മാച്ച് ആക്കിയിട്ട് ഈ ഡ്രസ്സ് എടുത്ത് അവള് വിട്ട് അതിനോട് മാച്ച് ആക്കിയിട്ട് എന്റെ ഭർത്താവ് ഇട്ട് വന്ന ഷർട്ടായിരുന്നു അത്. എന്നിട്ട് അളിയന്റെ പാപ്ലാച്ചി ഷർട്ട് എടുത്ത് മറ്റേ ഈ ലാലു അലക്സിന്റെ മേത്തെന്തോ ഇങ്ങനെ ഓവർകോട്ടില്ലേ ലാലു അലക്സ് വാങ്ങിയിടുക മറ്റേ പെണ്ണിന്റെ പടമൊക്കെ ഒരു ബനിയാണ് അതേപോലെ ഏതൊരു പെണ്ണടിച്ചിരിക്കേ അപ്പൊ ജഗതി അളിയൻ എന്റെ പോലത്തെ ഈ കളർ ഇട്ടിട്ട് വന്ന അളിയനാണ് സബിയളിയന്റെ ഷർട്ട് എടുത്തിട്ട് ചേട്ടെടുത്തിട്ട് അപ്പൊ ഞങ്ങള് മൂന്നാള് ഏകദേശം ഒരു മാച്ചിൽ കിട്ടി. അങ്ങനെയാണ് ആ കോമ്പി വന്നത് കേട്ടാ. ഇനി എല്ലാം കളിക്കണത് കാണാം. അത് താത്തിയാ ഞാൻ അത് നമുക്കറിയാലോ. പഠിക്കാത്ത കുട്ടി കമന്റ് എന്താണെന്ന് നമുക്ക് ഇപ്പൊ അറിയാത്തോണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. ടീച്ചർ സഞ്ജയ് തന്നെയാണല്ലോ. സഞ്ജയ്ക്ക് എല്ലാ കമന്റും വരേണ്ടത് ഞങ്ങൾ എല്ലാരും പഠിപ്പിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞത്. നമുക്ക് ഈ പാട്ട് ഈ പാട്ട് ഇറങ്ങിയിട്ടേ നമ്മള് സ്ഥിരം സ്റ്റെപ്പ് തന്നെയാണ് കേട്ടാ. ചേട്ടനിക്ക് അതും കൂടി പറയണം. സ്ഥിരം സ്റ്റെപ്പ് തന്നെയാണെന്ന്. അതൊന്നും കുഴപ്പമില്ല. എല്ലാം ഞങ്ങൾ കളിക്കുമ്പോ ഞങ്ങക്ക് ന്യൂ ആണ്. ഞങ്ങൾ കളിക്കുമ്പോ ഞങ്ങക്ക് ന്യൂ ഫ്രഷ് മുദ്ര നോക്കിയാ മതി. മറ്റേ 5 വിരലുണ്ടാവും, 2 വിരലുണ്ടാവും, 1 വിരലുണ്ടാവും. അത് തന്നെ മുദ്ര ചേഞ്ച്. പുതിയ സാധനം ഇത് കഴിഞ്ഞ് കഴിയുമ്പോ അപ്പൊ നമുക്ക് പൊറോട്ടയും ബീഫും. നല്ലൊരു തീരുമാനമാണത്. നല്ലൊരു പാട്ടാട്ടാ. ഞങ്ങളത് ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് ഞങ്ങക്ക് ഇറങ്ങിയപ്പോ മുതലേ ഓരോരുത്തർ കളിക്കുമ്പോ ഞങ്ങക്ക് ഭയങ്കര മിസ്സിംഗ് ആണ്. അയ്യോ ഞങ്ങൾക്ക് പറ്റിയ പാട്ട് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്നിപ്പൊ ഞങ്ങള് കൊറേ വൈകിയ വേളയിൽ ലാസ്റ്റ് ഞങ്ങൾ ഒരു ഐറ്റം സാധനം ഇറക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ പച്ചപ്പ് വിരിച്ച പരവത അല്ല സൂര്യൻ വെയിലാണ്ടി വെയിലാടിന്നാണ് പറഞ്ഞത്. വെയിലാണ്ടി ആയിപ്പോയി. നല്ലതാ പച്ചപ്പ് വിരിച്ച നല്ല അടിപൊളി സ്ഥലത്താട്ടാ ജൻസിന് വേണ്ടി വന്നേക്കണത്. ഇനിയിപ്പോ എന്താ ഇവിടെ നമ്മൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടല്ലേ. നമ്മളിവിടെ ഒരു സ്കിറ്റ് എടുത്തിട്ടില്ല എനിക്ക് നിന്റെ മറ്റേ ഭയങ്കര വിജയ പ്രേമകഥ. ഞങ്ങളിപ്പോ നല്ല മാച്ച് കണ്ട ചേട്ടാ. ഇതും കൂടി പച്ചാക്കണേ. ഇപ്പൊ നല്ല മാച്ചായിട്ട് എന്താട്ടെ ഇത് നല്ല ഷർട്ട് ഊരി കൊടുത്തുകൊണ്ട് പേട്ട ഷർട്ട് നോക്ക്. പാവ ഇവരെ ഷർട്ടിൽ നോക്കി. വാ സ്റ്റാർട്ട് ചെയ്യുവാ. പാട്ടൊക്കെ വെക്ക്. ഇതില്ല ചളിയിലൊന്നും ഇറങ്ങൂല. അവിടെ നമുക്ക് കാല് വെക്കാൻ പോലും പറ്റില്ല. ഡ്രസ് വലിയ എന്ത് അവളൊരു ഐഡിയ പറഞ്ഞേട്ടാ. ചളിയില് കാല് പോലും നമുക്ക് കളിക്കാൻ പറ്റില്ല, കുത്താൻ പറ്റില്ല. പൊട്ട ഐഡിയ. കളിച്ചോ വേറെ ചേട്ടാ വണ്ടിക്കല്ല നീ ചളിയിൽ ഇറങ്ങിയാല്. അത് ഉറപ്പാണ്. നിലാ പൊങ്കലാങ്ങ നീ എവിടെന്നാണ് അപ്പൊ ശബ്ദം? കണ്ണഴക് സ്റ്റെപ്പ് പറഞ്ഞില്ല. സ്റ്റെപ്പ് നീലമിഴി കണ്ണഴ
നീലമിഴി പറഞ്ഞേ നീലമിഴി കണ്ണഴക് കണ്ണഴകൊത്തൊരു ചേലഴക് നന്നഴക് പെണ്ണഴക് ആനഴകൊത്തൊരു ചേലഴക് കുന്നോല കുരുത്തോല പന്തലിലാടുന്നൊരമ്മയ്ക്ക് ചേലാണ് കുന്നോല കുരുത്തോല പന്തലിലാടുന്നൊരമ്മയ്ക്ക് ചേലാണ് കാവാണ് നല്ല ചാച്ചി അങ്ങനെയൊന്നുമില്ലേ എപ്പോഴും ചേട്ടൻ നടുക്ക് വരുന്നതാണ് ഈ കൊളാവുന്നത് ചേട്ടാ സ്ഥലം പറ നല്ല കാറ്റാണ് നല്ല സീനറിയാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് അയ്യോ കേട്ടാ ഇത് ഞങ്ങളെ നാട് തന്നെയാണ് കേട്ടാ അല്ലേ നമ്മളെ നാട് തന്നെ ഇത് നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ടേക്കുള്ള നാട് 1 കിലോമീറ്റർ അപ്പുറം കുറച്ചിങ്ങോട്ടേക്കുള്ള വെണ്ടോ എന്താണ് അഭിപ്രായ ഈ സ്ഥലത്തിന്റെ പേര് അഭിപ്രായ എന്റെ അമ്മ അഭിപ്രായ ഭയങ്കര ക്യാമറാമാൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്താന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് വെണ്ടോട് ഇതൊന്നല്ല ഭഗവാനെ ഞാൻ നല്ല ശബ്ദം ചീത്തെല്ലാം പറയുന്ന വീണ്ടും പി പി വീണ്ടും നല്ല രസമുണ്ട് ചാട്ടിട്ടിട്ട് അതും വിചാരിച്ചിട്ട് നിന്റെ ഒപ്പക്ക് ഷർട്ട് തരുമെന്ന് വിചാരിക്കണ്ട അത് പറക്കാര് അയ്യോ പകരം കിട്ടണ ഷർട്ട് നോക്കിയാട്ടെ ഈ ഷർട്ട് നിങ്ങക്ക് പകരം തരാന്ന് ഇതിന് അനൂപിന്റെ ഷർട്ടാ അനൂപേ വേണ്ട ഒരു ബ്ലൂപ്പർ സെറ്റാക്കാൻ വേണ്ടി ഞാൻ പെടുന്ന ഒരു പെടാപ്പാടാട്ടോ ഇത്. അപ്പോൾ എവിടേക്കാണ് ഞാൻ വെച്ചേക്കണം? ആദ്യം ഇതിപ്പോൾ ഞാൻ വെച്ചേക്കണം ക്യാമറ വെച്ചേക്കണത് മരത്തിനോട് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ മുട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഭാഗമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. എന്നാലും അഭിപ്രായം ആ ഒരു മികച്ച പ്രകടനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിങ്ങനെ ഇട്ടത് കേട്ടോ. അത്രയേ ഉള്ളൂ. ഞാൻ പ്രകടനം ഇരിക്കുന്നുണ്ട്, പക്ഷേ എന്നെ കിട്ടുന്നില്ല. അപ്പോൾ ക്യാമറ ഇങ്ങനെ കിടന്ന് ചലിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് കേട്ടോ. കാരണം പ്രത്യേകം എടുത്ത് പറയാൻ വേണ്ടി എന്നെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനില്ലേ ക്യാമറ എടുക്കുന്നതൊന്നും ഇല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം നമുക്ക് ഹൈലൈറ്റിൽ കൊണ്ടിടാമെന്ന് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വെച്ചേക്കണതില്ലേ അതുപോലത്തെ സഞ്ചി ഇപ്പുറത്തെ മരത്തിലൂടെ തൂങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. ദോ കാണുന്ന സഞ്ചിയില്ലേ, ആ സഞ്ചി അത് ആരുടെയാണ് നല്ല കണ്ടത്തിൽ പണിയെടുക്കുന്ന ചേച്ചിമാരെയോ ചേട്ടന്മാരെയൊക്കെ കേൾക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് മുട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറ ഫുള്ള് കിട്ടുന്നുണ്ടോ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതുപോലെ 2-3 പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയും സീനുകളൊക്കെ എനിക്ക് നമ്മളെ ബ്ലൂപ്പറിൻ്റെ സാധനമായിട്ടും കിട്ടിയിട്ടുള്ളൂ. ഇത് മാത്രമല്ല കേട്ടോ, കോമഡി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ക്യാമറ ഇരിക്കണം. മനസ്സിലായില്ലേ? മരത്തിൻ്റെ മേലെയാണ് ഇങ്ങനെ എടുത്ത് നോക്കുന്നത് കേട്ടോ. കേട്ടോ ഞാൻ കറക്റ്റ് ആ സമയത്ത് കൈമാറ്റി, ആരും ചേഞ്ച് ആക്കിയിട്ടില്ല. എവിടെയൊക്കെ എത്തി ഞങ്ങൾ ഒരു കളിക്കാൻ വേണ്ടിട്ട്, ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട്. ഒന്നും നടന്നിട്ടില്ല കേട്ടോ. അത് ഇവിടെയൊക്കെ ഞങ്ങൾ എത്തി, പക്ഷെ ഇവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. വെയിലിന്റെ ഭയങ്കര പ്രശ്നം കേട്ടോ. നല്ല സ്ഥലം ഇരുന്നിട്ടോ കണ്ടോ, പക്ഷെ ഒന്നും ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നില്ല. എവിടെ പോയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ആദ്യം വരുന്നതെന്നറിയോ? പക്ഷെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങാം, ഞാൻ KC കാറിൽ ഇരിക്കാന്ന്. എനിക്ക് അല്ലാണ്ട് പറ്റും. വീണ്ടും ഞങ്ങൾ ഇവിടെ തന്നെ എത്തി. വെക്കോട്ടെ, നടക്കോ ഇന്നെന്തെങ്കിലും? ഇത്ര റിസ്ക് ഉണ്ട് കേട്ടോ നമ്മളൊരു ഡാൻസ് ഇറക്കണേല്. ബാ നമ്മള് ഇല്ല പഠിച്ചു വന്നപ്പോഴേക്കും ഞങ്ങൾ കളി കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞട്ടാ. അയ്യോ കൊണ്ട വെള്ളം കുടിക്കാനാണോ? ബാബാ നല്ല കോലമായിട്ടുണ്ട് ടക്ക്. എന്തൊക്കെയോ ആയി. കൊണ്ട് വെള്ളം വേണമെന്നാ ഇങ്ങോട്ട്. അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന അമ്മേ. ഓ കഷ്ടപ്പെട്ടെ വന്ന വെള്ളം. ഹായ്
വീട്ടിലെ ഇതെല്ലാം waste. കണ്ടാ? തുണി മറ്റേ മര്യാദക്ക് മറ്റേ തലങ്ങണിയിലാക്കിയിട്ട് അല്ല അതന്നെ ചവിട്ടി നിലത്തിലെടുത്ത് ചവിട്ടി. അമ്മ കുഷിയാന്ന് കാണിച്ചമ്മേ. അമ്മ മര്യാദ കഷ്ടപ്പെട്ട് ഇതായത് ഇങ്ങനെ കുഷിയ ഞങ്ങൾക്ക് ആക്കി കൊണ്ടുപോയി തന്നാട്ടാ. സോഫയൊക്കെ വന്നതല്ലേ ഇട്ടോന്നും പറഞ്ഞിട്ട്. ആ അപ്പൊ തോന്നിയാസം പറയണം മരുമോൻ ഷർട്ടിടാത്തോണ്ട് ഇങ്ങോട്ട് കാണിക്കുന്നത്. ഇത് ഞാനാ പുറത്ത് അടിക്കുന്നത്, അതാദ്യം മനസ്സിലാക്കണം. ആ നിങ്ങ പറഞ്ഞിട്ട് മരുമോൻ പറഞ്ഞു ഇവിടുത്തെ വേസ്റ്റ് മുഴുവൻ കുഷിയല് തണച്ചത് അല്ലേ അമ്മേ? അപ്പൊ എന്തായാലും ഞങ്ങ പോവാട്ടാ. ഇനി ഇവിടെ നിന്ന് ഓരോ സാധനമൊക്കെ വലിച്ചു ഊരി വിട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങ പോന്ന് കേട്ടാ. നമ്മുടെ ഡാൻസ് ഒക്കെ എല്ലാം നമ്മളെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്, നമ്മളെ ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എഫേർട്ട്, ബാക്കിലെ എഫേർട്ട് ഇതാണ്. സജ്ജുമോനെ സജ്ജുമോൻ സത്യം മാഷ ഞാൻ കിട്ടുകയാണ്. അപ്പൊ ടാറ്റ എല്ലാവർക്കും. ടാറ്റ. അമ്മ ഒരു ടാറ്റ പറഞ്ഞ ടാറ്റ. എനിക്കിന്റെ ടാറ്റ കിട്ടില്ല. ടാറ്റ. ഓക്കെ.